ഡിഗ്രി ഡസൻ മാറ്റർ ടു ബി വെരി ഹോണസ്റ്റ്. എന്നെ ഹയർ ചെയ്തപ്പോഴും ദേ ഡിഡ്ന്റ് ലുക്ക് അറ്റ് മൈ ഡിഗ്രി. അവിടെയാണ് ശരിക്കും എനിക്ക് ഇത് വന്നത്. അവർക്ക് ഡിഗ്രി ആയിരുന്നില്ല, ആൾക്ക് കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അന്ന് എനിക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പോലും ഇല്ല. വെൻ ഐ ജോയിൻ മൈ ഫസ്റ്റ് കമ്പനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസിക്സ് അറിയോ, ഞങ്ങൾ ട്രെയിൻ ചെയ്യാം. ദിസ് വാസ് ദ പ്രോമിസ് ദേ ഗിവൻ ടു മീ. ഫിനാൻഷ്യലി വലിയ സംഭവം തന്നെ, ബട്ട് learning usually these big companies don't offer you big package. Appo and I was a fresher, they wanted a fresher, maybe ദൈവം വിചാരിച്ചിട്ടുണ്ടാവും ഇവൻ ഈ രീതി. ആൻഡ് ഐ എം എ വെരി ഫേം ബിലീവർ ഓഫ് ഫേറ്റ്. നമുക്ക് നമ്മുടെ തലയിൽ എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അത് പ്രകാരം നടക്കുള്ളൂ. നിങ്ങൾ എന്ത് തലകുത്തി നിന്നാലും ഇറ്റ്സ് നോട്ട് ഗോണ ചേഞ്ച്. യു വിൽ ഓൺലി ഗോ ആസ് പെർ വാട്ട് എവർ ദാറ്റ് ഈസ് റിട്ടൺ ഓൺ യുവർ ഹെഡ്. ഓക്കെ, അത് നമ്മളുടെ ദൈവം ഇവിടെ ഇറക്കുമ്പോൾ തന്നെ അത് പറഞ്ഞിട്ടാണ് ഇതാണ് ഇവന്റെ കഥ എന്ന് പറഞ്ഞിട്ട്. ഐ മീൻ ഐ എം എ ഫേം ബിലീവർ ലൈക്ക് ദാറ്റ്. അപ്പോൾ സോ യാ, to be very honest, degree doesn't matter. Build a good skill, build some portfolio. ഇവിടെ ഇനിയൊരു പ്രശ്നം ആൾക്കാർ പറയും, എനിക്ക് ക്ലയൻസ് ഇല്ല, പോർട്ട്ഫോളിയോ ഞാൻ എങ്ങനെ ഉണ്ടാക്കാം. there is nothing like that. നിങ്ങൾക്ക് ക്ലയൻസ് ഉണ്ടായാൽ മാത്രമാണ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. that's a myth I would say. നിങ്ങൾക്ക് ഇപ്പോൾ let's say if you have learned website development, pick any websites. Maybe you can just go to Google, search for let's say dentist ന്റെ വെബ്സൈറ്റ് എടുക്കുക, see search who are the nearest dentist near you. അത് ഗൂഗിൾ മൈ ബിസിനസ്സിന് അക്കൗണ്ട് കിട്ടും. സീ ഇഫ് ദേ ഹാവ് എ വെബ്സൈറ്റ് ഇല്ലേ അവർക്ക് നിങ്ങളൊരു മോക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കുക. ആൻഡ് ദെൻ you already have a portfolio with you. ആ സെയിം സാധനം you can also pitch to that client, because അവർക്ക് എന്തായാലും വെബ്സൈറ്റ് ഇല്ല. there is somebody who has built a website for me and you can sell that to the particular client. What if the client is eager to take it up? Yes. So this is how you build portfolio also. client ഇതാണ് മിക്ക സ്റ്റുഡൻസിന് ഞാൻ കാണുന്ന പ്രശ്നങ്ങൾ ഇതാണ്. എൻ്റെ അടുത്ത് പോർട്ട്ഫോളിയോ ഇല്ല, എൻ്റെ അടുത്ത് ക്ലയൻസ് ഇല്ല, ഞാൻ ഫ്രഷറാണ്, എനിക്ക് ആരാ പണി തരാം. നിനക്ക് പണി തരണ്ടോ? ഉള്ള സാധനം നീ ഒന്ന് നിന്റെ ബെറ്റർ വേർഷൻ ഉണ്ടാക്ക്. നീ പഠിച്ച സ്കില്ല് വെച്ചിട്ട് ഇഫ് ദർ ഇസ് സംതിങ് യു ഫീൽ ഇസ് നോട്ട് ഗുഡ്, make a better version of it. Why, who will say no for it? നിന്നെ ആരെങ്കിലും വന്നിട്ട് കൊല്ലോ ഓർ ജയിലിലിടോ നീ അത് ചെയ്ത കാരണം? No, nobody is going to stop you from that. So just go and build it. അങ്ങനെ ഒരു 5 project മോക്ക് project ചെയ്യ്. So when you go and pitch a client, you can tell ഞാൻ ഇത് മോക്ക് project ആണ്, this is not my clients. You can be transparent, you don't have to lie about anything. And I feel people love working with transparent people. എൻ്റെ കരിയറിൽ ഇതാണ് എനിക്ക് ഏറ്റവും ഗുണമായിട്ടുള്ളത്. ഈവൻ നൗ ഐ എം വെരി ട്രാൻസ്പെറൻറ്റ്. ലെറ്റ്സ് സേ എനിക്കൊരു കാര്യം അറിയില്ല, അത് ഞാൻ അറിയില്ല തന്നെ പറയും. ഇൻസ്റ്റെഡ് ഓഫ് ഇല്ല നമുക്കത് അങ്ങനെ ചെയ്ത് റോൾ മൈ ടങ് ആൻഡ് ദെൻ സേ ഇത് ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞ എനിക്ക് അറിയില്ല, ഇതെന്റെ എക്സ്പെർട്ടീസ് അല്ല. ആൻഡ് ഐ ഓൺലി വാണ്ട് ടു പ്രിഫർ വർക്കിംഗ് വിത്ത് എനിക്ക് എവിടെയാണ് കോർ സ്ട്രെങ്ത് ഉള്ളത് അവിടെ വർക്ക് ചെയ്താൽ മതി. ആവശ്യമില്ലാണ്ട് ഞാൻ തലവേദന എടുക്കണേ, അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക ക്ലയന്റിനെ. എന്നിട്ട് പിന്നെ അത് ഇടിച്ച് കഴിഞ്ഞിട്ട് നാളെ പറയും നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല, റിസൾട്ട് എവിടെ. സോ ദെൻ യു ആർ ഔട്ട് ഓഫ് വേർഡ്സ്. സോ if somebody comes and tells me that I don't have a portfolio, ഞാൻ ചൂടെടുക്കും. മോക്ക് പ്രോജക്ട്സ് ഉണ്ടാക്കാൻ നിനക്ക് കുറെ സമയമുണ്ട്. You go and build mock projects and then you start pitching it to clients. You go to companies, this is my portfolio, this is what I've done, and the mock ആണ്, so this is what I've done. So this is what most of the people don't do, to be very honest. Just they give reasons. എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം. Because I've trained a lot of students, this is the common thing that I hear from them. ഞാൻ ഒരിക്കലും ഒരാൾ വെറുതെ വിടില്ല, മോക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. സോ വെൻ ഐ യൂസ് ടു ടീച്ച് പീപ്പിൾ ഓൺ വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ഇ-കോമേഴ്സ്. ഇപ്പോൾ ഇ-കോമേഴ്സ് ആയാലും you don't have to necessarily have a client to maybe do a Shopify website. Pick any brand, create a own website of yourself, own version. നിന്റെ ലോജിക്കൽ തിങ്കിങ് യൂസ് ചെയ്തിട്ട് ഡിസൈൻ വെച്ചിട്ട് നീ ചെയ്യും. ആൻഡ് if your design is better, then go and pitch. But everything is all about practice also. That's very true. Get better only by practicing. ഒരാളും ഹാൻഡ് റൈറ്റിംഗ് ഒറ്റയിരിപ്പിൽ പഠിക്കില്ലല്ലോ. ചെറുപ്പത്തിൽ 4 ലൈനുള്ള നോട്ട്ബുക്കിലാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുക. എനിക്കൊക്കെ അങ്ങനെ ചെറുപ്പത്തിൽ 4 ലൈൻ ഇങ്ങനെ എഴുതണം. That's how every kid learns handwriting. Marketing അതുപോലെ തന്നെയാണ്. You cannot become an expert. And one more thing that I see is that ചിലപ്പോൾ there are, again, no offense to anybody who is watching this thing, but then I've seen people ചിലപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച് ഇറങ്ങുമ്പോഴേക്കും they call themselves as consultant, they call them expert. This is a very very bad thing. That's improvement scope ഇല്ല. ഒരു ഇതുമില്ല. Because if somebody considers themselves as an expert as soon as they learn something, then he's not going the right way. So there are times where I have pinpointed that and I've told that particular person that നീ എക്സ്പെർട്ട് ആയിട്ടില്ല. I'll be very open about it, right? എക്സ്പെർട്ട് ആവണമെന്നുണ്ടെങ്കിൽ you need to have years of experience. At least നിനക്കൊരു 1-2 years experience വേണം to say that you're an expert. And in what basis you guys are saying expert, right? ഇതും and I've seen this happening to multiple different people. And ചില നേരത്തെ ക്ലയൻസും അതിൽ വീഴുന്നുണ്ട്,
right? But ഇവര് and they get bad experience and yes, that's what is happening in the market also, right? People ഈ എക്സ്പെർട്ട് ആണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എടുക്കും, എന്നിട്ട് പണി ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. So this is exactly where client also goes wrong. And ഈ ഒരു പ്രശ്നം കാരണം വാട്ട്സ് ഹാപ്പനിങ് ഇസ് ദാറ്റ് ഇപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഒരാൾ പ്രൊഫഷണലായിട്ട് വരുന്ന സമയത്ത് ഈ ആൾക്കാരൊക്കെ ഞാൻ 5,000 രൂപയ്ക്ക് ചെയ്യാം. There are people who SEO for 2,000, 3,000. What? SEO? So it's like, so did you get quality results? ഇല്ല, അതില്ല. പിന്നെ 2,000 രൂപ കൊടുക്കുന്നത് എന്താ? There was just one client where I used to do freelancing also, right? So this is the problem. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് let's say, so initial days I used to charge them anywhere between 20,000 25,000 ആണ് എൻ്റെ initial days I used to charge for SEO. ഇവർ ഈ 2,000 5,000 കണ്ടിട്ട് വാട്ട് ആർ യു ചാർജിങ് മീ ഹൈ, ഇത് ഭയങ്കര വില കൂടുതലാണ്, നിങ്ങൾ നാളെക്കാലം പറ്റിക്കുക. ഞാൻ പറഞ്ഞു ഞാനല്ല നിങ്ങളെ പറ്റിക്കണത്, നിങ്ങളെ പറ്റിക്കണത് ഈ ചെറിയ ചീപ്പായിട്ട് വരുന്ന ആൾക്കാരല്ലേ. ദീസ് ആർ ദ പീപ്പിൾ ഹു ആർ ചീറ്റിംഗ് യു. അത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. At the end you cry because you don't get results. And there were also situations where ഇവര് 2,000 5,000 രൂപ ചെയ്തിട്ട് ഇവര് മൊത്തം കൊളാക്കി വെക്കും. പിന്നെ അവരുടെ ട്രസ്റ്റും പോകും ആ ഫീൽഡിലേക്ക് തന്നെ. നമുക്ക് എക്സ്പെർട്ട് ആയിട്ട് വരുന്ന സമയത്ത് they think that we are cheating them. I've had several experiences like that. എന്നിട്ട് I explain the client, see ഇതിലാണ് ഇങ്ങനെയാണ് വർക്ക് ആവുക. And I also audit their brand also, right? Audit ചെയ്യുമ്പോൾ മനസ്സിലാവുമ്പോൾ ഇവർ മൊത്തം ഈ SEO സ്പെസിഫിക് കേട്ടോ, SEOയിൽ കുറേ ആവശ്യമില്ലാത്ത ബാക്ക്ലിങ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. And that causes a lot of problem when we start working, because ഇത് കാരണം ഡൊമൈൻ അതോറിറ്റി മൊത്തം ഇടിഞ്ഞു പോയി താഴ്ത്തു പോയി വീണിട്ടുണ്ടാവും. ഇത് പൊക്കിക്കൊണ്ടുവരാൻ ഭയങ്കര പാടുമാണ്. ആൻഡ് ദേ കനോട്ട് ഈവൻ ചേഞ്ച് ദ ഡൊമൈൻ ഓൾസോ. സോ ഇതൊക്കെയാണ് മേജറായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഇഷ്യൂസ്. സോ ഡിഗ്രീസ് ഡസന്റ് മാറ്റർ, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് സ്പോയിലിംഗ് ഇറ്റ് ഇൻ എനി വേ. സ്കില്ല് പഠിക്കുക, make sure you are going in a right way. Don't go or see any YouTube gurus and learn and do free things or do it for a cheaper price. കറക്റ്റ്, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഒരു സെക്ഷനാണ്. പിന്നെ പോർട്ട്ഫോളിയോയിൽ പറഞ്ഞത് ഒരു പോയിന്റ് ആയിരുന്നു എനിക്ക് ജസ്റ്റ് ആഡ് ഓൺ ചെയ്യാൻ. ലൈക്ക് നമ്മളിവിടെ കുട്ടികൾക്ക് ഒരു മേജർ ടാസ്ക് തന്നെയാണ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ. ഈ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലൈക്ക് നമ്മൾ ഫസ്റ്റ് SEO ആണ് കവർ ചെയ്യാറ്. സോ അവിടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ റാങ്ക് ചെയ്യുക, ദെൻ ദേ റൺ ആഡ്. ഓക്കെ, സോ ദേ സ്റ്റാർട്ട് ഗെറ്റിംഗ് ലീഡ്സ്. സോ അവിടെ നിന്ന് അവർ ഒരു കോൾഡ് കോൾ ഇരിക്കും, മേ ബി ഐ വിൽ ബി ദെയർ ഓർ സം ആരെങ്കിലും കാണും അവരുടെ കൂടെ. ലൈക്ക് ദേ ആർ ലൈക്ക് ഒരു ഫസ്റ്റ് ടൈമിൽ അവർക്ക് ഭയങ്കര ഒരു അതായിരിക്കും. സോ അങ്ങനെ തന്നെ ലൈക്ക് ഇപ്പൊ ഈ നല്ല വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് ലൈക്ക് എവ്രിവെയർ 2 types of students will be there. ഓക്കെ, കുറച്ച് പേർക്ക് പഠിച്ചെടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, കുറച്ച് പേർക്ക് ഓക്കെ പഠിച്ചാൽ മതി ഇതിന് മാത്രമായിരിക്കും. സോ ഇത് പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. സോ സ്റ്റിൽ ലൈക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 1-2 പേരുണ്ട് ലൈക്ക് ദേ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബട്ട് ദേ ആർ മാനേജിങ് 3 clients, ബട്ട് ദേ ആർ നോട്ട് മാനേജിങ് എവറിഥിങ്. വാട്ട് ദേ ലേൺ അത് മാത്രമേ മാനേജ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇഫ് ദേ സ്റ്റക്ക് സംവെയർ ദേ ഗെറ്റ് ഹെൽപ്പ് ഓഫ് ദ എക്സ്പേർട്സ്. സോ പർട്ടിക്കുലർ ആ സെഗ്മെന്റ്സിനകത്ത് ലൈക്ക് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം വെറെവർ ദേ ഗോ ടു ലേൺ അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ ഒരു ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ ഈ പോർട്ട്ഫോളിയോ കുറച്ചും കൂടെ എന്താ പറയുക നെച്ചുറൽ ആയിരിക്കും. ലൈക്ക് ദേ ക്യാൻ ഈസിലി എന്താ പറയുന്ന ഒരു ഹാൻഡ് ഹോൾഡിങ്ങിന്റെ കൂടെ തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും. സോ ഐ മീൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ലൈക്ക് ഒരാൾ ഇ-കോമേഴ്സിനകത്തോട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഓർ എൻട്രപ്രണർ ഹു പ്ലാനിങ് ടു ഗെറ്റ് ഇൻ ടു ഇ-കോമേഴ്സ് അല്ല പിന്നെ അവരുടെ ഓഫ്ലൈൻ ഷോപ്പിനെ ഓൺലൈനിലേക്ക് കൊണ്ടുപോകാൻ വേണമെങ്കിൽ സോ വാട്ട് ടൂൾസ് വാട്ട് സ്ട്രാറ്റജീസ് ദേ ഷുഡ് ഫോളോ ടു ഗോയിങ് അഹെഡ്? So this is actually there's a very big problem ഇങ്ങനെ ഒരു ഇ-കോമേഴ്സിലേക്ക് വരുന്ന സമയത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഓഫ്ലൈൻ ബിസിനസ്സിന് ഓൺലൈനിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ദേ ഓൾവേസ് ഫസ്റ്റ് യു ഹാവ് ടു ചൂസ് വിച്ച് പ്ലാറ്റ്ഫോം ദാറ്റ് യു വാണ്ട് ടു ബിൽഡ്. അപ്പോൾ ഇതിൽ യു ഹാവ് ഷോപ്പിഫൈ, യു ഹാവ് വുകോമേഴ്സ്, യു ഹാവ് പ്രസ്റ്റർഷോപ്പ്, യു ഹാവ് മെജൻറ്റോ, പിന്നെ സോഹോൻ്റെയും നൗ Zoho has also started like a e-commerce platform which is pretty good, not up to the mark, good. But ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷോപ്പിഫൈ എടുക്കൂല. ഓക്കെ, നല്ലൊരു ബിസിനസ് ഓണർ ഇഫ് ഹി ഹാസ് ദ നോളേജ് ആൻഡ് എവറിത്തിങ് they usually pick Shopify. ഇല്ലാത്ത ആൾക്കാർ they go for WooCommerce. Most of the times I've seen it's WooCommerce ആണ്. അപ്പോൾ what happens is that WooCommerce is not a e-commerce friendly website, though അതിൽ WordPress ആണ് based. It's SEO friendly but not e-commerce friendly. Not e-commerce friendly. Yes. അപ്പോൾ if you want to build a personal website or company website ഒക്കെ ചെയ്യണമെങ്കിൽ WordPress is definitely good. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകണമെന്നുണ്ടെങ്കിൽ വെബ്ഫ്ലോ ഫ്രെയിമർ അങ്ങനെ കുറച്ച് ടൂൾസ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് എ ബിറ്റ് അഡ്വാൻസ് ടൂൾ. ബട്ട് വേർഡ്പ്രസ് അറിയാമെന്നുണ്ടെങ്കിൽ then you can definitely build something in വെബ്ഫ്ലോ and framer. But then when it comes to e-commerce side, ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഷോപ്പിഫൈ ആണ്. ബിക്കോസ് ഈ പറഞ്ഞ WooCommerce ആവട്ടെ, മെജൻറ്റോ ആവട്ടെ, പ്രസ്റ്റർഷോപ്പ് ആവട്ടെ, ഇതിലൊന്നും പ്രോപ്പർ ഡേറ്റ എന്ന് പറഞ്ഞ സാധനമല്ല. പ്ലസ് ഇഫ് യു ആർ ബിൽഡിംഗ് എ വെബ്സൈറ്റ് യു ഹാവ് ടു കീപ് യുവർ വെബ്സൈറ്റ് റിയലി ഫാസ്റ്റ്, വിച്ച് WooCommerce is not capable of doing it. Reason being is അതിൽ നമ്മൾ കുറേ പ്രൊഡക്ട്സ് ആഡ് ചെയ്യുമ്പോൾ കുറേ ഇമേജസ് വരുന്നുണ്ട്,
കുറേ കോണ്ടന്റ് വരുന്നുണ്ട്, കുറേ വീഡിയോസ് വരുന്നുണ്ട്. സോ ഇവൻച്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് യുവർ വെബ്സൈറ്റ് സ്പീഡ് വിൽ ബി ടേക്കിംഗ് എ ബിറ്റ് ഹയർ ലോങ്ങർ. അപ്പോൾ ഹോസ്റ്റിംഗ് നമ്മളാണ് വാങ്ങുന്നത് ആക്ച്വലി. ആൻഡ് നമ്മൾ ആഡ്സ് റൺ ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് വെൻ സംബഡി ക്ലിക്സ് ഓൺ ദി ആഡ് ആൻഡ് യുവർ വെബ്സൈറ്റ് ഇസ് ടേക്കിംഗ് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 2 seconds എടുക്കുമ്പോഴേക്കും ആൾക്കാർ ഫ്രസ്ട്രേഷൻ തുടങ്ങി, റൈറ്റ്? ദാറ്റ്സ് വൈ ലോഡിംഗ് സ്പീഡ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് aspect when it comes to building a website. That is the first thing. അപ്പോൾ my go to solution is always Shopify, because Shopify ൽ നമുക്ക് themes build ചെയ്യാം and you can take a website live in just 15 to 20 minutes at the max. But ഒരു proper optimized size ചെയ്യണമെങ്കിൽ you have to spend 10 20 to 30 days max എടുക്കണം. But ഒരു simple website ആർക്ക് വേണമെങ്കിലും build ചെയ്യാം. Okay, and Shopify has a very good analytic dashboard. Because me being a marketer, or if there is an entrepreneur who wants to take any sort of decisions in his or her business, data കാണാണ്ട് എന്ത് decision എടുക്കാം? It's all about data. Numbers. Right? Marketer ആവട്ടെ, entrepreneur ആവട്ടെ, if you don't know how to read numbers, then what decision are you going to take in life or in your business, right? Everything is data. ഇന്ന് numbers നോക്കാണ്ട് ബില്യണർ ആയാലും മില്യണർ ആയാലും ആരായാലും നമ്പേഴ്സ് നോക്കാണ്ട് they don't take any sort of decisions. And this is exactly where most people go. ഇപ്പോൾ WooCommerce ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല. Where do they look at data? അവരിങ്ങനെ ചുമ്മാ അതിൽ കാണുന്ന നമ്പേഴ്സ്, ബട്ട് പകുതി നമ്പേഴ്സ് അതിൽ കാണിക്കണം തെറ്റായിരിക്കും മോസ്റ്റ്ലി ഇൻ WooCommerce. ഇതാണ് ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഷോപ്പിഫൈ ഈസ് എ ഗ്ലോബൽ വെബ്സൈറ്റ്. എല്ലാ ബിഗർ ബ്രാൻഡ്സ് ആവട്ടെ, ബോട്ട് ഇസ് എ ലൈക്ക് എ 200 CR ബ്രാൻഡ് വിച്ച് ദേ ആർ ഡൂയിങ് ഓൺ എ മന്ത്ലി ബേസിസ്. ദേ ആർ സ്റ്റിൽ ഓൺ ഷോപ്പിഫൈ, റൈറ്റ്? ആൻഡ് അവർക്ക് അത്രയും പ്രൊഡക്ട്സ് ഉണ്ട്, right? I have worked with brands who has around 3000 SKUs also on their website. Perfectly runs. Basic plan എടുത്താലും മതി. You don't need like a higher end package ഒന്നും വേണ്ട. 300 products. 3000 products ഉള്ള brands ആയാലും they were on a basic plan. They were still making 1 CR 2 CR revenue. Okay, but ആൾക്കാർ എവിടെ ഇതാവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിഫൈയിൽ മന്ത്ലി പേയ്മെന്റ് ആണ്. ഓക്കെ, ബട്ട് ഇൻ WooCommerce ഇറ്റ്സ് എ ഇയർലി പേയ്മെന്റ്. ഒരു ഹോസ്റ്റിംഗും അതിന്റെ പേയ്മെന്റ് കഴിഞ്ഞാൽ വിച്ച് കംസ് എനിവെയർ അറൗണ്ട് 6000 to 8000 rupees. പക്ഷേ ഷോപ്പിഫൈയിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി മന്ത് യു ഹാവ് ടു പേ 2400 പ്ലസ് the commission of each order that you're getting. ബട്ട് ആൾക്കാർ മനസ്സിലാക്കാത്തത് ഈ ഒരു കോസ്റ്റ് കൂടുതലെന്ന് വെച്ചിട്ടാണ് ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസിൽ പോവുക. ബട്ട് അറ്റ് ദി എൻഡ് ഇസ് യുവർ WooCommerce ഗിവിംഗ് യു ബെറ്റർ റിസൾട്ട്സ്? നോ. മിക്ക ആൾക്കാരും ഒരു 1 to 2 lakhs വരെയും ദേ വിൽ സസ്റ്റെയിൻ ഓൺ e-commerce. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരും പ്രൊഡക്ട്സും കൂട്ടും, നമ്മൾ ആഡ്സ് റൺ ചെയ്യുമ്പോൾ വെബ്സൈറ്റ് സ്ലോ ആവും. ആൻഡ് യു ഹാവ് ടു ഓൾവേസ് ഹാവ് എ ഡെവലപ്പർ ഇൻ ഹാൻഡ് ടു ഫിക്സ് യുവർ ബഗ്സ് ഇൻ WooCommerce. ഡെവലപ്പേഴ്സ് ഉണ്ട് അത്യാവശ്യം, ദാറ്റ് ഇസ് ദെയർ. ബട്ട് ഇപ്പോൾ ഫോർ എ സൈറ്റ് ലൈക്ക് മെജന്റോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. മെജന്റോക്ക് ഡെഡിക്കേറ്റഡ് ഡെവലപ്പേഴ്സ് ഭയങ്കര കുറവാണ്. നാട്ടിലുണ്ട്, ബട്ട് വെരി ലിമിറ്റഡ് ആൾക്കാരാണ്. കുറച്ച് ആൾക്കാർക്ക് മെജന്റോ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയുള്ളൂ. സോ ഇഫ് യു ഡോണ്ട് ഹാവ് എ മെജന്റോ ഡെവലപ്പർ, ദെൻ ഹൗ വിൽ യു റൺ ദ ബിസിനസ് ആസ് എ ഏജൻസി, റൈറ്റ്? അപ്പോൾ സോ ദിസ് ഇസ് ദ മേജർ തിങ്സ്. ആൻഡ് വൺ മോർ എക്സാമ്പിൾ ഐ വിൽ ഗിവ് യു. ഞങ്ങൾ സോ ഇൻ മൈ പ്രീവിയസ് കമ്പനി we were working with a brand called as Walkero. നമ്മുടെ അടുത്ത് വരുന്ന നേരത്ത് they were only spending 3 lakhs, they were getting back 3 lakh rupees. Okay, they are a 2000 annual recurring brand ആണ്, 2000 crores ഉള്ള brand ആണ്. And we looked at the D2C side of things, it was very bad. And so then ഞാൻ ഒരു സ്റ്റാർട്ടിങ് തൊട്ടേ പറയുന്നുണ്ട് they were on Magento and they built their Magento site for almost 15 to 17 lakhs. അതാണ് അവർ ആ പ്രൈസ്, ആ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനുള്ള പ്രൈസ് വാസ് അറൌണ്ട് 15 to 17 lakhs. And it was built by one of the top agencies in India. നെയിം എടുക്കണില്ല. So these guys, ഞാൻ എത്ര പറഞ്ഞിട്ട് ഒരു കേൾക്കണില്ല. ഇനിഷ്യലി നമ്മൾ ഓൺ ബോർഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഐ വാസ് ഹെഡിങ് ദ e-commerce ഡിപ്പാർട്ട്മെന്റ് ദർ. സോ എടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞു ഇത് മെജന്റോയിലാണ്, പണിയാവും, വേണ്ട. ബട്ട് ദെൻ വി ഹാഡ് ടു ടേക്ക് ഇറ്റ് ദ ബ്രാൻഡ് ബിക്കോസ് ഒബ്വിയസ്ലി ബ്രാൻഡ് നെയിം. നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വാക്കറുകളുടെ കൂടെ വർക്ക് ചെയ്തു നമുക്ക് പറയാൻ പറ്റും. ആൻഡ് വാട്ട് ഹാപ്പൻഡ് വാസ്, നമ്മൾ ഫസ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്തു, സോ മെനി ഇഷ്യൂസ് വെബ്സൈറ്റിൽ. ഒരു പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രൊഡക്റ്റിലേക്ക് പോകും. ഒരു ആഡ് കാർഡ് അടിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിലെ കാർട്ടിലേക്ക് വേറെ ഏതോ പ്രൊഡക്റ്റ്. ആൻഡ് ദെൻ ടു ആൻഡ് ഫ്രോ വി ബീൻ ടോക്കിംഗ് ടു ദി ഏജൻസി. അവരും ഫിക്സ് ചെയ്യാൻ നോക്കണ്ട, അവർക്കും ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഫിക്സ് ചെയ്യാൻ അറിയുന്നില്ല. ഐ സെഡ് ലൈക്ക് യു ഗൈസ് ബിൽഡ് ദിസ് വെബ്സൈറ്റ് ആൻഡ് യു ആർ കമ്മിങ് ആൻഡ് ടെല്ലിംഗ് ബാക്ക് ഇത് സോർട്ടബിൾ അല്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ, ആൻഡ് Walkero has around 7 board of directors, very like traditional people are, they don't know much about all these things. അപ്പോൾ അങ്ങനെ 8 മാസം, it took me 8 months to convince them to move from Magento to Shopify. പക്ഷേ 7 മാസമായിട്ടും they are not allowing me to do it. Marketing manager is also trying, nothing is working out. And then 8ാം മാസം I got a call from the marketing manager, Emil, നമുക്ക് അപ്രൂവൽ കിട്ടി ഷോപ്പിഫൈക്ക് മാറാൻ. ഞാൻ ടീമിനോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യും ഏത് ചെയ്യും എന്ന് എനിക്കറിയില്ല, വിത്തിൻ 20 days I want this website to be live on Shopify.
നമ്മൾ അതിൻ്റെ തീം എടുത്തു. മൈ ഡെവലപ്മെൻറ്റ് ടീം സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ്. ദേ പുട്ട് ദിയർ ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ദ വെബ്സൈറ്റ്. വി കെയർഫുള്ളി ക്രാഫ്റ്റഡ് എവറി സിംഗിൾ പേജ് ഓഫ് ദ വെബ്സൈറ്റ്. പ്രൊഡക്റ്റ് പേജ് ആവട്ടെ, UI ഡിസൈൻ ഉണ്ടാക്കി, അത് ബിൽഡ് ചെയ്തു. ഐ വാണ്ടഡ് ദ വെബ്സൈറ്റ് ടു ബി വെരി പെർഫെക്റ്റ് ബിക്കോസ് എൻ്റെ ഒരു റിസ്കിലാണ് ഇത് മൊത്തം എടുക്കുന്നത്. എങ്ങാണ്ട് അത് ചീറ്റി പോയി കഴിഞ്ഞാൽ ഞാനായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ആൻഡ് വി കോട്ട് ദം എ വെരി ലെസ് പ്രൈസ് ഫോർ ദ വെബ്സൈറ്റ്. ഐ തിങ്ക് വി കോട്ട് ദം എനിവെയർ ബിറ്റ്വീൻ 1.8 or 2 lakhs എന്തോ ആണ് നമ്മൾ അന്ന് കോട്ട് ചെയ്തത്, വിച്ച് ഇസ് വെരി അഫോർഡബിൾ ഫോർ അവർ 17 കൊടുത്തിട്ട് നമ്മൾ. ആൻഡ് യു വോണ്ട് ബിലീവ് മീ, നമ്മൾ മിഡ് ഓഫ് ഒക്ടോബറിലാണ്, ദാറ്റ് ഈസ് ലാസ്റ്റ് ഇയർ മിഡ് ഓഫ് ഒക്ടോബർ വി സ്റ്റാർട്ടഡ് ദർ. ഐ മീൻ പുതിയ ഷോപ്പിഫൈയിൽ നമ്മൾ ഐ തിങ്ക് October 15th അങ്ങനെ എന്തോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നവംബർ വാസ് ദീപാവലി ടൈമാണ്. സോ വി മേഡ് ഷുവർ ദീപാവലിക്ക് നമ്മൾ എന്തായാലും പൊളിക്കണം എന്ന് പറഞ്ഞു. Okay, till that time, ഈ 8 months we took them from 3 lakhs to 12 lakh rupees. Okay, same ad spend, no changes in that. ഈ same 3 lakhs തന്നെ we took them to 12 lakhs. അത് കഴിഞ്ഞിട്ട് നീങ്ങണില്ല. It's not moving from over there. And ROAS wise ആണെങ്കിലും വലിയ ROAS ഒന്നും ഇല്ല. Somehow we were managing, but then 12 lakhs ലേക്ക് എത്തിയപ്പോൾ ആ ROAS started increasing because നമ്മൾ അന്ന് അതിന്റെ ആവറേജ് ഓർഡർ വാല്യൂ, വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് ഇതൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. ഒക്ടോബർ മിഡ് നമ്മൾ ഷോപ്പിഫൈ ലോഞ്ച് ചെയ്തു. ആ മാസം the same ad spend we did 17 lakhs. Okay, a hike of 5 lakhs in that same month. Okay, and ഞാൻ പറഞ്ഞത് ഈ 70 lakhs came in that 15-16 days period ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ മാർക്കറ്റിംഗ് മാനേജർ കൊള്ളാലോ, നമ്മൾ ആകെ കൂടി ഇത്ര മാറ്റം. നവംബറിൽ സെയിം ആഡ് സ്പെൻഡ് we did 27 lakhs. Okay, only change was the platform. സോ എന്നിട്ട് ഒരു ദിവസം മാനേജർ ഇതിങ്ങനെ ദീപാവലി സെയിൽസും എല്ലാം ഇങ്ങനെ നടക്കുക, അവർക്കൊരു ദിവസം 100 ഓർഡറിൻ്റെ മുകളിലൊക്കെ വരാൻ തുടങ്ങി. ആൻഡ് വൺ ഡേ ദ മാനേജർ കോൾസ് മീ ആൻഡ് സേസ്, എമ്മിൽ ആഡ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? പക്ഷേ എന്തിനാ സ്റ്റോപ്പ് ചെയ്യണം, എന്തിനാന്ന് ചോദിച്ചു. അത് നമുക്ക് ഓർഡേഴ്സ് താങ്ങണില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും വലിയ കമ്പനി ആയിട്ട് നിങ്ങൾ എന്നോട് പറയാം ഓർഡർ നിർത്താൻ വേണ്ടിയിട്ടോ, അയ്യോ ഔട്ട് ഓഫ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആഡ് സ്റ്റോപ്പ് ചെയ്യില്ല, വി വോണ്ട് ഹിറ്റ് ദ ഗോൾ ദിസ് പർട്ടിക്കുലർ മന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മാസം 27 lakhs ഹിറ്റ് ചെയ്തു. And they were also pretty happy. Board of directors also happy. ഇതെങ്ങനെ നടന്നു, എന്താ നമ്മൾ ചെയ്തേ? അപ്പം ഞാൻ പറഞ്ഞു, ഇതെന്നല്ലേ ഞാൻ 8 മാസം. This is an actual story that happened. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു കേസ് സ്റ്റഡി ആയിട്ട് എല്ലാവരോടും പറയും. സി, ഇതുപോലത്തെ ഒരു വലിയ ബ്രാൻഡ് when they moved from a very typical website platform to a good platform, this is the kind of revenue that they increase. Innu they are doing it even more better. Okay. So this is exactly why when you're starting out a business online, go for Shopify. Don't think about anything else. Just Shopify. വേറെ ഒന്നും ആലോചിക്കണ്ട. ബിക്കോസ് ഷോപ്പിഫൈയിൽ യു ക്യാൻ ബിൽഡ് തീംസ്. ഐ മീൻ യു ഹാവ് പ്രീ ബിൽഡ് തീംസ് വിച്ച് യു ക്യാൻ ഈസിലി സെറ്റ് അപ്പ്. യു ഹാവ് എ ഗുഡ് അനാലിറ്റിക് ഡാഷ്ബോർഡ്സ്. പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതിൻ്റെ ഡിസ്കൗണ്ട് കൂപ്പൺസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ആൻഡ് ഷോപ്പിഫൈ ഹാസ് ദിയർ ഓൺ മാർക്കറ്റ് പ്ലേസ് വേർ ദേ ഹാവ് സോ മെനി അപ്ലിക്കേഷൻസ് അവൈലബിൾ. വൂകോമേഴ്സിൽ ഓർ വേർഡ് പ്രസ്സിൽ നമുക്ക് പ്ലഗിൻസ് ഉള്ള പോലെ തന്നെ ഷോപ്പിഫൈയിൽ ഓൾസോ യു ഹാവ് മാർക്കറ്റ് പ്ലേസ്. അവിടെ അത് ആപ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ആപ്സിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എല്ലാ ഷോപ്പിഫൈയിൽ അവൈലബിൾ ആണ്. ദർ ആർ സോ മെനി ആപ്പ് ഡെവലപ്പേഴ്സ് ഹു ആർ ഓൺ എ ഡെയിലി ബേസിസ് ബീൻ coming up with new applications on Shopify. നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ. സോ there is a community called കേരള പ്രൊഡക്റ്റ് ഹണ്ട്. അതിൽ എനിക്ക് അറിയുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മുടെ തന്നെ 2 പ്രൊഡക്റ്റ് ഉണ്ട്. സോ എക്സാക്ട്ലി, സോ ദാറ്റ്സ് എക്സാക്ട്ലി വേർ ലോട്ട് ഓഫ് നാട്ടിൽ തന്നെ കുറെ ഷോപ്പിഫൈ അപ്ലിക്കേഷൻസ് ചെയ്യണ കുറെ ആൾക്കാരുണ്ട്. സോ and I'm very proud seeing the നാട്ടിൽ നിന്ന് നമുക്ക് ഷോപ്പിഫൈയിലേക്ക് അപ്ലിക്കേഷൻ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. I'm very proud of seeing that. There are also, I personally know few people who are building applications, so going really well also. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉള്ള സമയത്ത് why do you want to go for a platform like Magento or PrestaShop or PrestaShop ഒക്കെ പഴഞ്ചൻ സാധനം. Okay, and there are still brands the same thing. I still see, but this is what most people. So as a marketer, it's my responsibility to educate the customer. ഇത് ഇങ്ങനെയാണ് വർക്ക് ആവുക. This is the kind of results that we can make. ഇത് most of the people don't do because first of all അവർക്ക് നോളജ് ഇല്ല. This is the gap that I see in e-commerce specifically. ഏറ്റവും കൂടുതൽ അവർക്ക് പ്രശ്നം വരുന്നത് പേയ്മെന്റിന്റെ ആണ്. സോ പേയ്മെന്റിന്റെ സെക്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക്? Shopify you have several different see ഞാൻ പറഞ്ഞില്ലേ, Shopify you can integrate anything that you want. നിങ്ങൾക്ക് ഒരു ERP system integrate ചെയ്യണോ, there is something called as Unicommerce. You can, ഇപ്പോൾ നമ്മൾ വാക്കറോലൊക്കെ നമ്മൾ that's what the tool that we were using. അപ്പോൾ because അവർക്ക് ഈ D2C മാത്രമല്ല, they have other marketplaces, retail, ഇതെല്ലാം അവർ കൺട്രോൾ ചെയ്യുന്ന ഒരു സിംഗിൾ ചാനലിലാണ് ടൂൾ called as Unicommerce. Second thing, what we do for payment is that നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ടാണ് മേജർ ആയിട്ട്. ഒന്ന് we use it for use Razorpay or we use cash free. പിന്നെ ഇതിൽ ഒരു എക്സ്ട്രാ ലെയറും കൂടി ഉണ്ട്. So in e-commerce there is a biggest problem called as RTO orders. Okay,
ഈ RT ഓർഡേഴ്സ് റിട്ടേൺ ടു ഓറിജിൻ എന്നാണ് പറയാം. സോ ബേസിക്കലി ലെറ്റ്സ് സേ സംബഡി ഓർഡേഴ്സ് എ COD പ്രൊഡക്റ്റ്, as soon as പ്രൊഡക്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ കസ്റ്റമർ ഡസന്റ് അക്സെപ്റ്റ് ഇറ്റ്, ദ പ്രൊഡക്റ്റ് ഇസ് റിട്ടേൺ ബാക്ക്. ഇത് ശരിക്കും പറഞ്ഞ കസ്റ്റമേഴ്സ് നഷ്ടമല്ല, ഈ ബ്രാൻഡ് ഓണേഴ്സിനാണ് കഷ്ടം. ബിക്കോസ് ദേ ആർ സ്പെൻഡിങ് $100 to send the product. ഡെലിവറി ചാർജസ് ആണ്. ഇനി അവിടുന്ന് പ്രൊഡക്റ്റ് പിക്കപ്പ് ചെയ്യണമെങ്കിൽ അത് സെയിം 100 അല്ല, ഇറ്റ് വിൽ ബി എക്സ്ട്രാ കോസ്റ്റ്, 120-140 rupees ചിലപ്പോൾ. സോ ഇറ്റ്സ് എ ലോസ് ഫോർ യു, റൈറ്റ്? അപ്പോൾ അതിന് വാട്ട് വി സോ അപ്പോൾ ഷോപ്പിഫൈയിൽ ബേസിക് ചെക്കൗട്ട് ആണ് ഉള്ളത്, വേർ ദേ ക്യാൻ ഡു ആൻഡ് വി cannot filter out audiences from there. So this is exactly where we use tools like GoQuick. GoQuick is a BAP of RTO suit ആണ്. It's like a father of all payment checkout pages ഞാൻ പറയും. So what they do is initially when GoQuick launched, അവരുടെ പ്രൊഡക്റ്റ് കൊടുത്തത് ഉള്ള ഏറ്റവും വലിയ കമ്പനീസിനാണ്, ലൈക്ക് നീമെൻസ്, ബോട്ട്, മാമ എർത്ത്. ഇതിലൊക്കെ എവറി കസ്റ്റമർ ഇൻ ഇന്ത്യ ബൈസ് മാമ എർത്ത് ആൾസോ ഷോപ്പിഫൈ. യെസ്. സോ എനിക്കറിയില്ല മാമ എർത്ത് ഇന്ന് ഷോപ്പിഫൈയിലാണെന്ന് അറിയില്ല, ബട്ട് ഐ തിങ്ക് they used to be. And so ഇവരെന്ത് ചെയ്തു, ഇവർ വലിയ കമ്പനീസ്ക്ക് മാത്രം പ്രൊഡക്റ്റ്. ഇറ്റ്സ് എ ബെസ്റ്റ് സ്ട്രാറ്റജി ദാറ്റ് GoQuick took, ബിക്കോസ് അവർക്ക് ഇനിഷ്യലി കസ്റ്റമർ അക്വസിഷൻ ആയിരുന്നു ദി ഹോൾ ഐഡിയ വാസ്. ആൻഡ് ഇവർ കസ്റ്റമർ അക്വയർ ചെയ്യാൻ പറ്റുന്നത് എവിടുന്നാണ്? ഇവർ ആഡ്സ് റൺ ചെയ്ത് കസ്റ്റമർ അക്വയർ ചെയ്യുന്ന പകരം they went and said നീമെൻസ് ദാറ്റ് ഓർ ബോട്ട് ദാറ്റ് എനിക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്ക് RTOs ഇതിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് their idea was to capture all the database from them. Okay, and they took it in a very good mutual understanding തന്നെയാണ്. They took all the customers database, and before that also they acquired customers database from a lot of other channels also, is what I'm assuming. അങ്ങനെ ഇവര് ഞാനൊരു 8 മാസം അതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് ആ ടൂളിന്റെ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട്. I've been behind GoQuick because I saw how Boat was making orders through the checkout. അപ്പോൾ GoQuick ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിഫൈന്റെ ചെക്കൗട്ട് പോകും, ആൻഡ് ദെൻ GoQuickന്റെ ചെക്കൗട്ട് വരും. ഓക്കെ, ഇവിടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിഫൈക്ക് നമ്മൾ 1.9 to 2% കമ്മീഷൻ കൊടുക്കണം, ആൻഡ് സെപ്പറേറ്റ്ലി പേയ്മെന്റ് ഗേറ്റ്വേക്ക് സെപ്പറേറ്റ് ഒരു കമ്മീഷൻ കൊടുക്കണം. When GoQuick comes in, ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ട് GoQuickന് നമ്മളൊരു പെർസെന്റേജ് കൊടുത്താൽ മതി, which is somewhere around 1.5. അപ്പോൾ ഏകദേശം 3 to 4% കൊടുക്കണം പകരം I can just pay GoQuick around 1.5 or 1.6 ഡിപ്പെൻഡിങ്. ഇപ്പോൾ പ്രൈസിങ് എങ്ങനെയാണെന്ന് അറിയില്ല. So this was a എന്താ ഒരു മൈൻഡ് ബോഗ്ലിംഗ് തിങ് എനിക്ക്. ഓ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. സോ ദെൻ ഐ വാസ് ബിഹൈൻഡ് GoQuick. അതിൻ്റെ ഒരു ടീമിന് ഒരു സെയിൽസ് ആളിനെ പിടിച്ചു, ഞാൻ നമ്പറൊക്കെ ലിങ്ക്ഡിൻ തപ്പിപ്പെട്ട് കണ്ടുപിടിച്ച് ഐ വാസ് ബിഹൈൻഡ് ഫോർ 8 months. അപ്പോൾ അവർ പറഞ്ഞു നമ്മളിപ്പോൾ മിനിമം ഒരു ദിവസം 500 ഓർഡേഴ്സ് ചെയ്യണം ഓർ 5000 ഓർഡേഴ്സ് ചെയ്യണ, ഐ തിങ്ക് മന്ത്ലി 5000 ഓർഡേഴ്സ് ചെയ്യുന്ന സ്റ്റോഴ്സിൽ മാത്രമാണ് കൊടുക്കുക. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് എനി ക്ലയൻസ് ഹു ആർ ഡൂയിങ് 5000 ഓർഡേഴ്സ് ഇൻ എ മന്ത്. മാക്സിമം എൻ്റെ ഉണ്ടായിരുന്ന ക്ലയൻസ് 1000 ഓർഡേഴ്സ് എ മന്ത്. അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും തരണം, നമുക്ക് കുറേ RT ഓർഡേഴ്സ് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞു കുറേ കൺവിൻസ് ലാസ്റ്റിൽ അവരൊന്നും തന്നിട്ട് 8 മാസം തന്നേയില്ല ടൂളിന്. ആൻഡ് ഞാൻ ഇതുവരെയ്ക്കും അങ്ങനെ ഒരു ടൂളിന്റെ പിന്നിൽ നടന്നിട്ടില്ല. ഓക്കെ, ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയാ, ഒരു റിലേഷൻഷിപ്പ് പറയായിരുന്നു. ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആളിങ്ങോട്ട് ഏൽക്കണില്ല. ഐ വാസ് ബിഹൈൻഡ്. അങ്ങനെ ദേ അക്സെപ്റ്റഡ് മൈ പ്രപ്പോസൽ. ആൻഡ് ദെൻ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സോ ദാറ്റ്സ് വെൻ ദേ ഓൾസോ ഓപ്പൺ എ ന്യൂ സെഗ്മെന്റ് വേർ നമ്മൾ സ്മോളർ സ്റ്റോഴ്സ് ഇപ്പോൾ കൊടുക്കണം. ബിക്കോസ് അവർ ബിഗർ സ്റ്റോഴ്സിൽ നിന്ന് കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്തു, ഡേറ്റാബേസ് അക്വയർ ചെയ്തു. ആൻഡ് വാട്ട് GoQuick actually does is as soon as somebody purchases the particular product, they add the product to the cart. Checkout like വന്ന ഉടനെ ഷോപ്പിഫൈയുടെ ചെക്കൗട്ട് will be completely taken off, and then GoQuick's ഒരു pop-up വരും. You have to enter your phone number first. Phone number enter ചെയ്ത് then an OTP will come. OTP enter ചെയ്ത് കഴിഞ്ഞാൽ if you are someone who has purchased any other stores, bigger stores, your address will be automatically fetched within fraction of few seconds. അപ്പോൾ അഡ്രസ് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. അഡ്രസ് കറക്റ്റ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബട്ടൺ, your purchase is done. If you want to do a COD order, and the best part is that COD order ചെയ്യണമെന്നുണ്ടെങ്കിൽ this tool will check your purchase history. Okay. If you have a bad purchase history, automatically COD will be disabled. You cannot order in COD. Prepaid അത് കാണത്തില്ല. It will automatically be taken off. And you can only do prepaid option. അപ്പോൾ they are like നീ വേണമെങ്കിൽ മേടിച്ചാൽ മതി, വേണ്ടെങ്കിൽ നിനക്ക് പൈസ കൊടുത്തിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ, ഞങ്ങൾക്ക് വിശ്വാസമില്ല. So this was a game changing tool for e-commerce basically, right? And then every brand started using GoQuick, and ഞങ്ങൾക്കും കുറേ RT ഓർഡേഴ്സ് കുറഞ്ഞത് ഇങ്ങനെയാണ്. ബിക്കോസ് we got to know ഈ കസ്റ്റമർ ബാഡ് ആണെന്നുണ്ടെങ്കിൽ we didn't have to manually check. The tool is doing for us, right? ഇപ്പോൾ അവർ കുറേ AI കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം, and they're making the tool even more better. So they have around I think കുറേ ആൾക്കാരാണ് 90 million ആൾക്കാരുടെയോ or 8 million ആൾക്കാരുടെ ഡേറ്റാബേസസ് they have. So imagine the kind of power they have at their scale. They have India's total population under the full data of their entire purchase history, and other basis their tool work out. So for RTO
again, GoQuick seamlessly works with Shopify. It doesn't work with WooCommerce, it doesn't work for Magento. Custom integrations ഉണ്ടാവാം, but Shopify is just a click of a button, your tool is connected. And you can also have a lot of orders also. If let's say ഒരാളുടെ purchase history good ആണെന്നുണ്ടെങ്കിലും they might have the COD option, but still the tool will try to convince you to take a prepaid option. അപ്പോൾ അവർ പറയും COD option available ആണ്, prepaid available ആണ്, but if you're taking a prepaid order, I'll give you 5% discount. Customers in lab but then there are also still people who do. I'm not saying the tool is like 90-100% perfect, but there is 5% gap in the tool. There is one or two orders gets RTO'd, but still number of orders used to be RT orders has reduced. This is all possible only with Shopify. Pinne namakku Shopify il parayan shop marketplaces aanu. So your payment gateway, everything is sorted inside GoQuick itself. Commissions you're giving less to these people. So you are cutting down your cost basically. GoQuick ആർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ ആർക്ക് വേണമെങ്കിലും എടുക്കാം. But I don't know ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും അങ്ങനെ സ്പെസിഫിക് ഒന്നും അറിയില്ല, but still GoQuick is accessible right now to every single store. Most of the stores use ഇന്നും they are on GoQuick only. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ വെബ്സൈറ്റ്സ് ഒക്കെ കേറി നോക്കും ഇവർ എന്ത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. So I also use this tool called as built with is a Chrome extension where I used to check what are the different tools they use in their particular Shopify store. അപ്പോൾ ഇതിങ്ങനെ കാണുന്ന സമയത്ത് what happens is that it also allows me to explore new tools also. If let's say I'm finding something very different in whatever BuiltWith is showing me, and BuiltWith is an amazing tool. ഇതിൽ പിന്നെ there is also one more tool called as Cola Inspector എന്ന് പറഞ്ഞിട്ടൊരു ടൂളും കൂടി ഉണ്ട്. I think that's the name. അപ്പോൾ this also helps you showcase അവരുടെ വെബ്സൈറ്റ്. Basically your computer analysis ആണ് ചെയ്യുന്നത്. Computer എന്തൊക്കെ ടൂൾസ് ആണ് യൂസ് ചെയ്യണത്, take a list of it, analyze what tool is that, explore. That's how you learn എന്തൊക്കെ പുതിയ ടൂൾസ് ഉണ്ടെന്നുള്ളത്. സിമിലർ വെബിനകത്ത് ഈ ഫീച്ചർ ഉണ്ട്. Correct. അപ്പോൾ similar web is also an amazing tool where not only you get the application, കുറേ informations like these are all underrated tools which most people don't know about. Even pro version try ചെയ്യാൻ പറ്റും 7 ദിവസത്തേക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് യൂസ് ചെയ്തോ. അതിൽ നമുക്ക് വേണ്ട ആവശ്യമുള്ള data, so you can pick it up from that. So ഇതൊക്കെ കുറേ ആൾക്കാരും പഠിപ്പിക്കണമില്ല. In academies I see a big gap. People don't teach this, right? ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ ക്ലാസ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും ഗൂഗിളിൽ പോകാൻ സെർച്ച് ചെയ്യാം, ബട്ട് യു ഹാവ് an extra tools like this with similar web, കോള ഇൻസ്പെക്ടർ, ഇതിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റ് ചോദിക്കുകയാണ്, ആ ക്ലയൻറ്റ് ആ ഒരു സ്റ്റോർ ഈ തീമാണ്, അപ്പോൾ കോള ഇൻസ്പെക്ടർ വെച്ചിട്ട് വി കൻ ഫൈൻഡ് വാട്ട് തീം ദേ ആർ യൂസിങ്, വി കൻ റെപ്ലിക്കേറ്റ് ദ സെയിം തീം. ചില ആൾക്കാർ, സോ ഇഫ് ദർ ഇസ് എ പർട്ടിക്കുലർ ലേഔട്ട് വിച്ച് ഇസ് വർക്കിംഗ് ഔട്ട് റിയലി വെൽ, you can now copy that also, but in your branding and all those style things. But yeah, that's how it was. So Shopify is a fantastic tool. Payment gateway avate, logistics also. Logistics is very important when it comes to e-commerce. Logistics ayalum Shiprocket avate, Blodart avate, DHL avate, they all have direct integration with Shopify. App Store poa, search the delivery partner that you want to tie up with, click here, connect here, your account is created. Then all you have to do is you enter your warehouse address and all the other packaging details and other thing. വെയർഹൗസ് എവിടെയാണ് അഡ്രസ് കൊടുത്തിട്ടുള്ളത്, നമ്മൾ അങ്ങോട്ട് പോകണ്ട, ഇറ്റ്സ് വെരി കൺവീനിയന്റ്, റൈറ്റ്? പക്ഷേ ഇത് WooCommerce ആണെന്നുണ്ടെങ്കിൽ അവരായിട്ട് കണക്ട് ചെയ്യണം, പിന്നെ ഇന്റഗ്രേഷൻ ചെയ്യണം, APIs കോൾ ചെയ്യണം, അങ്ങനെ കുറെ കാര്യമുണ്ട്. ബട്ട് ഇൻ ഷോപ്പിഫൈ എവറിത്തിങ് ഗെറ്റ്സ് സീംലെസ്ലി കണക്റ്റഡ്. സോ that is exactly why I recommend the people using Shopify for your e-commerce business, because at the end if കുറേ പ്രശ്നങ്ങളുടെ പിന്നിൽ പോകണ പകരം യു ബെറ്റർ സ്പെൻഡ് സം എക്സ്ട്രാ മണി ആൻഡ് ഡു സംതിങ് ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റോർ ബിൽഡ് ചെയ്യുക, rather than പൈസ നോക്കിയിട്ട് കാര്യമില്ല. ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി, ഇറ്റ്സ് അബൌട്ട് ഹൗ ക്വാളിറ്റി വർക്ക് ദറ്റ് യു കൻ ഡു ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ക്വാളിറ്റി തിങ്സ് ദറ്റ് യു കൻ ഡു ഫോർ യുവർ ബിസിനസ്. ദാറ്റ്സ് വാട്ട് വിൽ ഹെൽപ്പ് യു സ്കെയിൽ ദ ബിസിനസ്. അല്ലാണ്ട് പിച്ചായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, പിശുക്കനായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഷോപ്പിഫൈ. നമുക്ക് വീഡിയോയിൽ ഷോപ്പിഫൈഡ് അഫിലിയേറ്റ് ലിങ്ക് ഇടാം. Okay, definitely. Check it out. You can check it out with the affiliate link. Okay. So Emil, നമുക്ക് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി ഈ പർട്ടിക്കുലർ ഫീൽഡിനകത്ത് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തൊരു ഫൈനൽ ഒരു സജഷൻസ് കൊടുക്കും? Yeah, so if you're somebody starting out, ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കിൽ ലേൺ ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. Okay, and second thing which most of the people go wrong is not having a good research quality, or other research എങ്ങനെ ചെയ്യണം, because you are marketing to humans, you're not marketing to robots, right? അപ്പോൾ ഒരു ഹ്യൂമൻ എങ്ങനെയാണ് ഒരു സാധനം കണ്ടിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യും എന്നുള്ളത് you need to know, right? After all, you're also human.
you need to know what the other person thinks, right? അപ്പോൾ ഈ ഒരു ക്വാളിറ്റി I see a lot of people don't have. So ഇപ്പോൾ ഞാൻ ഹയർ ചെയ്യുന്ന റിസർച്ചിന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആക്കും, ലൈക്ക് എന്ത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്? സോ ബേസിക്കലി വൺ ഇസ് ലെറ്റ്സ് സേ നിങ്ങളിപ്പോൾ ഒരു ഇ-കോമേഴ്സ് ബ്രാൻഡിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഇപ്പോൾ ഇറ്റ് ഇസ് സ്കിൻ കെയർ പ്രോഡക്റ്റ്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ആലോവേര ജെല്ലെന്ന് ഒരു എക്സാമ്പിൾ എടുക്കുക, റൈറ്റ്? ആലോവേര ജെൽ എടുത്തു കഴിഞ്ഞാൽ അതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. യു കൻ യൂസ് ആലോവേര ജെൽ ഇൻ മൾട്ടിപ്പിൾ വേസ്. യു കൻ യൂസ് ഇറ്റ് ഫോർ സ്കിൻ, യു കൻ യൂസ് ഇറ്റ് ഫോർ യുവർ ഹെയർ, ഓക്കെ? യു കൻ ഓൾസോ യൂസ് ഇറ്റ് ആസ് എ മോയ്സ്ചറൈസർ, ഓക്കെ? അപ്പോൾ ഇത് ഒരാൾ മനസ്സിലാക്കണം, ഒരാൾ എന്തിനാണ് ആലോവേര യൂസ് ചെയ്യുന്നത്, റൈറ്റ്? Why do they use it? Why are they not using an actual moisturizer rather than using an aloe vera for actually moisturizing your skin, right? There are certain reasons for it. There are several benefits out of it. അത് ആദ്യം പഠിക്കാം, റൈറ്റ്? ഒരു പ്രൊഡക്റ്റ് ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ ഇ-കോമേഴ്സ്. നിങ്ങൾ സാസ് ആവട്ടെ, ഒരു സർവീസ് ഇൻഡസ്ട്രി ആവട്ടെ, വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് ദാറ്റ് യു ക്യാൻ ഗിവ് ഇറ്റ് ടു യുവർ കസ്റ്റമർ? അതാണ് ശരിക്കും യു വിൽ ഹാവ് ടു പ്രൊജക്ട് യുവർ കസ്റ്റമർ ഓൾസോ. ആ പ്രൊഡക്റ്റ് ഓർ ആ സർവീസ് ഒരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ ഔട്ട്കം ദേ ഗെറ്റ്? ബിക്കോസ് ഔട്ട്കം ബേസ് ചെയ്തിട്ടാണ് ഒരാൾ പർച്ചേസ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. അല്ലാണ്ട് ചുമ്മാ ആരും കയറിയിട്ട് ഒരു പർച്ചേസ് ചെയ്യൂല, റൈറ്റ്? ഇത് സ്കിൻ കെയറിൽ അങ്ങനെയാണ്. അപ്പാരൽസിൽ ഇറ്റ്സ് മോർ അബൌട്ട് two things. One is comfort, one is lifestyle change. അതായത് ഇപ്പോൾ ഒരാൾ ഒരു ഷൂ ഇടുകയാണെങ്കിൽ ഓർ ലെറ്റ്സ് സേ ഒരു ടീഷർട്ട് ഇടുകയാണെങ്കിൽ ഒരു ഷർട്ട് ഇടുകയാണെങ്കിൽ ഇസ് ഇറ്റ് ചേഞ്ചിങ് ദ ലൈഫ് സ്റ്റൈൽ? ദാറ്റ്സ് വാട്ട് യു വോണ്ട് ടു പ്രൊജക്ട്. അല്ലാണ്ട് അതിൽ 6 ബട്ടൺ ഉണ്ട് ഫുൾ സ്ലീവ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ്സ് നോട്ട് ദ USP. ഫീച്ചേഴ്സ് അല്ല. ഒരു അപ്പാരൽ സ്പെസിഫിക്കലി അപ്പാരൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റൈൽ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യുവർ പേഴ്സണാലിറ്റി ചേഞ്ചസ് വെൻ യു വെയർ സംതിങ്, റൈറ്റ്? അതായത് നമ്മൾ അപ്പാരൽ ഒരു ഡ്രസ്സ് ഇടുന്ന എന്തിനാണ്, ഷർട്ട് ഇടുന്ന എന്തിനാണ്? നമ്മളെ നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ്? സോ ഇഫ് സംബഡി ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് റാദർ ദാൻ ജസ്റ്റ് സേയിങ് എൻ്റെ ഒരു ഷർട്ട് ഉണ്ട്, എൻ്റെ ഒരു പാൻറ് ഉണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നോബഡി ഈസ് ഗോണ കം ബൈ ബിക്കോസ് അപ്പാരൽസും ദർ ആർ സോ മെനി കോമ്പറ്റീറ്റേഴ്സ് ഔട്ട് ദർ. ഇപ്പോൾ ടീഷർട്ട്സ് ആയാലും ദർ ഈസ് ബ്രാൻഡ് ലൈക്ക് സോൾ സ്റ്റോർ, ദർ ഈസ് ബ്രാൻഡ് ലൈക്ക് മാർച്ച് ടീ, ഇവരൊക്കെ നല്ല പ്രീമിയം പ്രൊഡക്ട്സ് ആണ്. ബട്ട് people, ഞാൻ സോൾ സ്റ്റോറിൻ്റെ ഒരു ബിഗ് ഫാനാണ്, ടു ബി വെരി ഓൺ. ഐ ഹാവ് അറൌണ്ട് 15 t-shirts just from Soul Store. Reason being is I'm a bit bigger guy. I need a big size t-shirt, I need a plain t-shirt, I need designs that I like. Everything Soul Store. അപ്പോൾ എൻ്റെ പർപ്പസ് അവിടെ ഫുൾഫിൽ ആവുന്നുണ്ട്. സോ റിസർച്ച് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ മേജർ തിങ്സ്. എവിടെയാണ് ഒരാൾ ഹാങ് ഔട്ട് ചെയ്യണത്, വിച്ച് ചാനൽസ് ഡു ദേ സ്പെൻഡ് most amount of their time, what kind of products are they using, what kind of interest they have, what kind of problems do they have. ഇപ്പോൾ അഗെയിൻ സ്കിൻ കെയറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ there will be people who are having acne prone skin. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഇതുള്ളത്? Does our product solve that particular problem? Everybody buys product to solve a particular problem. If there is a problem, അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് വെൻ എ പേഴ്സൺ പർട്ടിക്കുലർ ബൈ. നോബഡി ബൈസ് ഇറ്റ് ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓർ there are certain products where people buy it for impulsive manner ബൈ ചെയ്യും. ബട്ട് അതൊക്കെ ചില ടെമ്പററി റീസൺസിനാണ് ബൈ ചെയ്യാം, റൈറ്റ്? ദേ വോണ്ട് യൂസ് ഇറ്റ് ആഫ്റ്റർ ദാറ്റ്. ബട്ട് ഒരു സ്കിൻ കെയർ ആകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ദേ ആർ അപ്ലൈയിങ് ടു ദ ഫേസ്, ഇറ്റ്സ് ദെയർ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് അഗെയിൻ ഓവർ ദർ. അപ്പോൾ അവിടെ ഒരു മാർക്കറ്ററിന് ഏറ്റവും ഗുഡ് ക്വാളിറ്റി സ്കില്ല് വേണ്ടത് റിസർച്ചിലാണ്. സോ വാട്ട് എവർ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ടാണ് യുവർ creatives are built, because if you are marketing any product, your first touch point with the customer is your ad. Yes. Right? Ad the creatives are, right? Innatha kalathu everything is run on broad. It's not the campaign that I also run currently mostly are on broad targeting, but we work on our creatives mostly. Avada nammal messaging offerum adinte pain points avarku problem undennulladu we have to inform them, and aa problemthine solution undennu reethil. This is exactly where research comes into. So ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ, like I spend, or my entire team spends 80% of their time on research. 20% is where we spend actually on the ad account. Our 80% works into coming up with creatives, coming up with ideas, understanding customers pain problems, അതിനുള്ള ആൻസേഴ്സ് കൊടുക്കുക, അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുക. So this is exactly where research comes into play. So first is skill, second is you need to become a good researcher, and you cannot become a good researcher from day one. It takes a lot of time. You have to understand various എവിടെ പോയി കഴിഞ്ഞാലാണ് എനിക്ക് ഈ ഇൻഫർമേഷൻസ് കിട്ടുക. And certain times what we usually do is we also directly call our existing customers to take some service, because എനിക്ക് അവിടെ ഓൾറെഡി എൻ്റെ actual target audience ഉണ്ട്. I also spend time with some of the my client, എൻ്റെ ക്ലയൻസിൻ്റെ തന്നെ കസ്റ്റമേഴ്സ് ഞാൻ തന്നെ പേഴ്സണലി വിളിക്കാറുണ്ട്. Hi ma'am, I'm calling from so and so brand. You had recently purchased this particular product. How are you feeling? Is there any we know if there is anything good, then you will have some positive thing. We want to know the negative side of things. ഞാൻ പോസിറ്റീവ് ചോദിക്കാറില്ല. I only ask the negative. എന്താണ്, what do you feel negative about the brand? അപ്പോൾ അത് അവർ എന്നോട് പറയുമ്പോൾ then I go back to the founder and say that hey, നിങ്ങളുടെ ബ്രാൻഡിൽ ഇതൊരു നെഗറ്റീവ് പോയിന്റ് ഉണ്ട്, ഹൗ ക്യാൻ വി ഫിക്സ് ദിസ്? Not every single agency does this actually.
right? This is where exactly people have a lot of gaps. Agency ആയാലും freelancers ആയാലും ഇത്രയും you always have to take that one extra step to because at the end as a freelancer or as an agency you always have to focus on the growth side of the brand. അല്ലാണ്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല. അവരും ഗ്രോ ആവണം എന്നാലേ നമ്മൾ if they are growing eventually they will take care of you for sure. എൻ്റെ ഇപ്പോഴുള്ള എല്ലാ ക്ലയൻസും അങ്ങനത്തെ ഒരു എൻവിറോൺമെന്റ് വന്ന ക്ലയൻസ് ആണ്. if they are growing they are willing to invest on us no matter what. They don't want to leave me. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇരിക്കുന്നത്, റൈറ്റ്? ബട്ട് മേ ബി ഇറ്റ്സ് ബിക്കോസ് ഞാൻ ഇത്രയും വർഷത്തിൽ ഐ ഹാവ് ബിൽഡ് ദാറ്റ് കൈൻഡ് ഓഫ് വേ ഓർ മേ ബി ഐ എം വർക്കിംഗ് വിത്ത് മൈ ക്ലയൻസ്, ദേ ആർ ഫീലിംഗ് ഹാപ്പി. സോ it's always okay to take that extra step for your client. There's nothing wrong with it. Your client is not going to scold you. Your client is not going to say that idonnu cheyan padilla. Right? If you find there is a growth opportunity or if you find there is a particular thing if you do can help you get some insights, go for it. Nobody is going to say no, right? ഇതൊക്കെയാണ് മിക്ക ആൾക്കാരും ചെയ്യാത്ത കാര്യം, right? So this is what I am trying to do in my company and with my brands, with my clients. So I take care of my client as a baby. അതായത് ഒരു ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ അതിന് എൻ്റെ ഓൺ ബ്രാൻഡ് ഓർ എൻ്റെ സ്വന്തം കൊച്ചാണെന്ന് ജസ്റ്റാണ് ചെയ്തത്. ദാറ്റ്സ് വെൻ യു ഗിവ് എക്സ്ട്രാ കെയർ ഫോർ യു. വേറെ ആരെങ്കിലും നമ്മുടെ ക്ലയൻ്റ് ആണെന്ന് പറഞ്ഞ് വിചാരിച്ചാൽ നോബഡി വിൽ ഗിവ് ദാറ്റ് എക്സ്ട്രാ കെയർ, റൈറ്റ്? എക്സ്ട്രാ കെയർ കൊടുക്കുമ്പോൾ ഐ ഹവ് സീൻ റിസൾട്ട്സ് ബെറ്റർ. സോ എൻ്റെ ഇതിലായാലും ഞാൻ കുറേ ക്ലയൻസായിട്ട് വർക്ക് ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു വർക്ക് വിത്ത് ലോട്ട് ഓഫ് ക്ലയൻസ്. ഐ വാണ്ട് ടു വർക്ക് ഓൺലി വിത്ത് ലിമിറ്റഡ് ക്ലയൻസ് ആൻഡ് ഗിവ് ദം ബെറ്റർ റിസൾട്ട്സ്, right? At the end they should be happy. Right? Clients happy ആണെന്നുണ്ടെങ്കിൽ I'm sure they will also do good things for us. ഇന്നുവരെയ്ക്ക് എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുള്ളൂ. ഞാൻ ഇതുവരെയ്ക്ക് ആരൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ I've always made sure I've given them a good experience, but there is also at the same time there are also times where I haven't been able to give results to the clients also. പക്ഷേ എനിക്കൊരു ക്ലയൻറ്റ് റിസൾട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ I eventually tell them എനിക്കിത് പറ്റണില്ല, I don't think I'm fit to do this. And it's okay to be transparent. അല്ലാണ്ട് ക്ലയൻറ്റ് അടുത്ത് നിങ്ങൾ ട്രാൻസ്പെറൻറ്റ് ആവാണ്ട് നിങ്ങൾ ആരുടെ പോയി പറയാനാണ്? ചുമ്മാ പൈസ മേടിക്കുന്നതിൽ കാര്യമില്ലല്ലോ, റൈറ്റ്? ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡു സംതിങ് ലെറ്റ് ദം ഗോ ആൻഡ് എക്സ്പ്ലോർ അനദർ ഏജൻസി ഓർ അനദർ ഫ്രീലാൻസർ, ലെറ്റ് ദം ഡു ഇറ്റ്. പൈസ ക്ലയൻറ്റ് പോയി കഴിഞ്ഞാൽ എൻ്റെ പൈസ പോകുന്ന ആലോചിച്ചുകൊണ്ടാണ് തെറ്റ്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഗിവ് ദം റിസൾട്ട്സ് ഡയറക്ട്ലി ബി ഓപ്പൺ ടു ദം, ടെൽ ഇറ്റ് ടു ദം, ലെറ്റ് ദം ഗോ. അല്ലാണ്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് തലവേദനയാവും. ആൻഡ് ഐ ഹാവ് ഹാഡ് ദോസ് സിറ്റുവേഷൻസ് ഓൾസോ ഇൻ മൾട്ടിപ്പിൾ കമ്പനീസ് ദാറ്റ് ഐ വർക്ക് വിത്ത്. അപ്പോൾ ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് ഐ ഓൾവേസ് അഡ്വൈസ്. നിങ്ങൾക്കൊരു ആൻഡ് വൺ മോർ തിങ് ദാറ്റ് ഐ വോണ്ട് ടു ആഡ് ഇസ് ദാറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണി മാത്രം എടുത്താൽ മതി. ഓക്കെ, തലയിൽ കയറ്റി വലിച്ചു കയറ്റി വെക്കല്ലേ. സോ ഐ ഹവ് സീൻ പീപ്പിൾ ഡൂയിങ് ദിസ് ബിക്കോസ് എനിക്ക് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അറിയില്ലെങ്കിലും എടുക്കും. ഓക്കെ, എടുത്തു കഴിഞ്ഞിട്ട് യു ഹാവ് ടു ഫിഗർ ഔട്ട് ചെയ്യാൻ അവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ദെൻ നിങ്ങൾ വലിയ പ്രശ്നത്തിലാവും ലാസ്റ്റിൽ. ക്ലയൻസ് നല്ലോണം ചാകും. ഓക്കെ, ബട്ട് ഇഫ് യു ആർ വെരി കോൺഫിഡൻറ്റ് only then take a client. Don't take all the client that comes in. This is my open feedback to every agency out there, right? Don't take clients that comes ella clients nu edukanda. Take only clients whom give you your are filter. very confident. I have a filtering process. I don't even take calls whichever gets booked. I have ende calendar ഞാൻ call list, booking form ഉണ്ടാക്കിയിരിക്കുന്നത്. I have certain questions. If the client doesn't fill the information correctly, I don't take the call. അവർക്ക് ആ ഒരു ഫോം ഫിൽ ചെയ്യാത്ര സമയം ഇല്ല എന്നുണ്ടെങ്കിൽ then they are not gonna spend time with me also. So these are minute things that and I ask very genuine questions only. എത്ര റവന്യൂ ഉണ്ട്, വാട്ട് ഈസ് യുവർ ഗോൾ, വാട്ട് ഈസ് ദ കറന്റ് പ്രോബ്ലം, എന്താണ് ഇപ്പോൾ ഏതിലാണ് സ്റ്റോർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഐ ഹാവ് സെവറൽ ഫിൽറ്റേഴ്സ്. സോ ഒരു ക്ലയൻറ്റ് ഒരു ഫോം ഫിൽ ചെയ്യണമെന്ന് വെച്ചിട്ട് നമുക്ക് അറിയാം അവർ സീരിയസ്നെസ് എത്രയാണ്. സോ ദാറ്റ് ഇസ് സംതിങ് അഗെയിൻ ഇതും കുറേ ആൾക്കാർ ചെയ്യുന്നില്ല. അവരിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലും വരുന്ന ലീഡ്സ് എടുത്തിട്ടാണ് ചെയ്യുക. ബട്ട് എനിക്ക് ഏതൊരു ലീഡ് വന്നാലും ഐ സെൻഡ് മൈ കാലണ്ടർ ലിങ്ക്, യു ബുക്ക് എ കോൾ ത്രൂ ദിസ് ലിങ്ക്. അപ്പോൾ അതിൽ തന്നെ അറിയാം അതേ ഇന്റന്റ് ഉള്ള ലീഡാണോ ഓർ ചുമ്മാ ടൈം പാസിന് വന്നിട്ട് കൊട്ടേഷൻ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടോ വന്നിട്ട് കൊട്ടേഷൻ പഠിച്ചിട്ട് ലാസ്റ്റിൽ ഗോസ്റ്റ് ചെയ്യും. സോ ഞാൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എനിക്ക് ഞാൻ ചോദിച്ച കാര്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ ഇത് ഒരു എന്താ പറയാ, ഇറ്റ്സ് നോട്ട് ഈഗോ അങ്ങനെ സാധനമൊന്നും അല്ല കേട്ടോ. ഐ ഓൺലി വോണ്ട് ടു വർക്ക് വിത്ത് ഗുഡ് ക്ലയൻസ്. അപ്പോൾ അതിന് ആ ക്ലയൻറ്റിന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ക്ലയൻസ് ഉണ്ടായാൽ മതി. ചില ആൾക്കാർ ഇത് അഫൻഡ് ആവും നമ്മളിങ്ങനെ ക്വസ്റ്റൻസ് ചോദിക്കും. ബട്ട് ഐ ആം വെരി സ്ട്രേറ്റ് ടു മൈ പോയിന്റ്. നിങ്ങൾക്ക് ഇത് ഫിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ I'm okay to take a call, because unless and until you tell me what exactly is your problem, how will I know? It's like going to a doctor, right? Doctor അടുത്ത് പോയിട്ട് എനിക്ക് ഒന്നും എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് how will the doctor treat you? Correct. Right? And doctors എപ്പോഴും പറയും don't hide anything from a doctor or a lawyer.
I mean, not only doctors, I statement never hide anything from a doctor. ഡോക്ടർ ആൻഡ് ലോയർ So ഇതൊക്കെയാണ് എൻ്റെ basic advices to freelancers or students who are passing out or agencies who are watching this video. So I think I hope I answered your question right. Okay, my last question. If somebody wants to connect with you, how they can come and connect with you? Yeah, so you can eventually connect with me on Instagram. My Instagram handle is emileji.co. That's my Instagram handle, or you can search me on LinkedIn also. നിങ്ങൾ ഇതിന്റെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താലും മതി. മൈ എൻറ്റയർ EMILEJI എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഫുൾ ചരിത്രം ഗൂഗിളിൽ നിന്ന് കിട്ടും. സോ മൈ എൻറ്റയർ ഗൂഗിൾ ഫസ്റ്റ് പേജ് ഇസ് ഫുള്ളി ഓപ്റ്റിമൈസ്ഡ് ഫോർ വിത്ത് മൈ കോണ്ടന്റ്. എൻ്റെ വെബ്സൈറ്റ് കിട്ടും, ലിങ്ക്ഡിൻ പ്രൊഫൈൽ കിട്ടും, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കിട്ടും, പിൻട്രസ്റ്റ് കിട്ടും, എവറിത്തിങ്. wherever you want to go, you can go and check about me, and then you guys can connect with me. So yeah. Okay, that was great session. So Emil, thank you. Thanks for joining Aviv Digital Talk Show. Yeah. So we try to get more new gen marketers to this I talk. hope the session was spent too So long. at least we wanted to feel like our audience need to feel like this like more informative kind of session. And we haven't like talked more into technical part, but it's like a starting base how എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ e-commerce is very interesting field ആണ്. So everybody has to be like and the futuristic ഒരു സെക്ഷനും ആണ് മാർക്കറ്റിംഗിനകത്ത്. So hope you guys are enjoyed our talk show. If you have any comment and any suggestions or any question, you can connect directly to Emil, or you can leave a comment below in the video, or you can connect us. Go to avivdigital.in and give a form fill, and we'll connect with you guys. So that's it. Let's wind it up. Thanks Emil for coming in. Bye bye. See you guys. Thank you so much for inviting me.